ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സാറ്റർഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണെന്ന്. ഡിസംബർ 14th സാറ്റർഡേയുടെ എനർജി. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ Saturday. Thank you. Knight of Pentacles, High Priestess, Ace of Swords in the energy, Death. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കോൺഫിഡൻസിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട്, കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി ആയിട്ട് ടാപ്പിൻ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്ത് വന്നാലും ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവറാണ്, ആ ഒരു വിൽ പവറാണ്, അത് നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി കുറച്ചൊരു സ്റ്റേബിളായിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയമാണ്. എംപ്രസ്, ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി യൂണിവേഴ്സൽ സപ്പോർട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നിട്ട് ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി ഗൈഡൻസ് നിങ്ങളുടെ അടുത്തോട്ട് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അധികാരം, പവർ, അത് നിങ്ങളിലോട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഇത് കരിയർ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടായിരിക്കാം. നിങ്ങളിപ്പോൾ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പവർ, എന്തെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ നയിക്കാനായിട്ടായിരിക്കാം. എങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള പവർ, എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ സബ് കോൺഷ്യസ് മൈൻഡും ഇവിടെ ബാലൻസിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളറിയാതെ തന്നെ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ പാറ്റേൺസ് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ചെയ്തിരുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിലെല്ലാം നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരണം, കുറച്ചൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ഇൻറ്റൻഷൻസ്, സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മാജിക്ക് ഈ ഒരു സമയത്ത് വർക്കാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ മാജിക്ക്, എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് എനർജി വരുന്നുണ്ടാകാം. അതും നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്നത്തെ അഡ്വൈസ് എന്താണ്? പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ അഡ്വൈസ്. ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കഴിവ് നിങ്ങൾ നന്നായിട്ട് ചാനൽ ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷണറിയുടെ എനർജി, കുറച്ചും കൂടെ നിങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിരിക്കാം. അതായത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിന് ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും, അത് പിന്നീട് എൻ്റെ ലൈഫിൽ എങ്ങനെയായിരിക്കും റിട്ടേൺ ആയിട്ട് വരുന്നത്, അതെല്ലാം കുറച്ചൊരു ദീർഘവീക്ഷണത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കി പെരുമാറാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ടാകാം, എല്ലാം കൺട്രോൾ ചെയ്യണം, അങ്ങനത്തെ എനർജി വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ട് കുറച്ചൊരു ഫ്രീഡത്തോടു കൂടി ആ ഒരു ഫ്ലോയിൽ മുന്നോട്ടാണോ പോകേണ്ടത്, അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം വന്നിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ന്യൂസ്, പെട്ടെന്ന് ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ എനർജിയിൽ ചേഞ്ച്, ഷിഫ്റ്റ് വരുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇൻഫർമേഷൻ ആയിരിക്കാം, അറിവുകളായിരിക്കാം, അല്ലെങ്കിൽ മണി ഫിനാൻസ് ആയിരിക്കാം. അത് നിങ്ങൾ ആർക്കാണ് ഷെയർ ചെയ്യുന്നത്, അവിടെയെല്ലാം കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളുടെ യുണീക്കായിട്ടുള്ള പവർ നിങ്ങൾ ഈ ഒരു സമയത്ത് വിശ്വസിക്കാനായിട്ട്, ട്രസ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്. ഡിസംബർ 14 സാറ്റർഡേ, അതുപോലെ തന്നെ ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ് സാറ്റർഡേ. Four of Cups, Queen of Wands, Ace of Pentacles. ഇന്ന് ഓവറോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റി, ഒത്തിരി അവസരങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഹാപ്പി എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള അവസരമായിരിക്കാം. കുറച്ച് പേർക്ക് കരിയറിലായിരിക്കാം, കുറച്ച് പേർക്ക് തൻ്റെ ധൈര്യത്തിലായിരിക്കാം. അതായത് ആത്മധൈര്യത്തോടു കൂടി ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ടുള്ള അവസരം, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. കുറച്ച് പേർക്ക് തൻ്റെ കഴിവ് തെളിയിക്കാനായിട്ടുള്ള അവസരമായിരിക്കാം. അപ്പോൾ ഒത്തിരി അവസരം, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട്, ബോൾഡായിട്ടിരിക്കാനായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജി. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിലും ഇവിടെ ന്യൂ ബിഗിനിങ് ആണ്, ന്യൂ എനർജിയാണ് വരുന്നത്. കുറച്ച് പേർക്ക് പീസ്, സമാധാനം, ആ ഒരു ശാന്തിയുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി ഹാപ്പിനെസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് സൺഫ്ലവർ കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി, പ്രത്യേകിച്ചും ആഫ്റ്റർനൂൺ ടൈമിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി ഷൈൻ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഗിഫ്റ്റ്സ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ടൈമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം. അതായത് എന്താണോ ചെയ്യേണ്ടത് അത് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. നെക്സ്റ്റ്, ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട എനർജി എന്താണെന്ന് നോക്കാം. കെയർഫുൾ ആകേണ്ട എനർജി, Four of Pentacles. ഫസ്റ്റ് വന്നിട്ട് അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട്, ഒത്തിരി സന്തോഷത്തോടു കൂടി നിർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നീടുള്ള ലൈഫിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ഹാപ്പിനെസ്, ഈ ഒരു ഡിസിഷൻ ഞാൻ എടുത്തല്ലോ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എനിക്ക് പെരുമാറാനായിട്ട് സാധിച്ചല്ലോ, ഈ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചല്ലോ, ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങളുടെ കുടുംബത്തിന് കുറച്ചൊരു പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഗ്രൂപ്പായിട്ട്, ടീമായിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഹൈ വൈബ്രേഷൻ ഉള്ളതാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ ഇൻസ്പയർ ചെയ്യുന്നതാണ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ്റെ എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് മറികടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ്, നല്ല നല്ല എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഫൊർഗീവ്നെസ് ആണ്, ക്ഷമിക്കാനായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും തിങ്ക് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.